ഹായ്, എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വ്യത്യസ്ത പോസ്റ്റുകളിലേക്കായിട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്കാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത്. ജൂൺ 11 മുതൽ ജൂൺ 25 വരെ ഓൺലൈനായിട്ട് ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. പോസ്റ്റുകൾ പരിശോധിക്കാം. നാവിക് ജനറൽ ഡ്യൂട്ടി, നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച്, യാന്ത്രിക്സ് എന്നീ പോസ്റ്റുകളിലേക്കായിട്ടാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുള്ളത്. ഓരോന്നിലേക്കും വരുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പരിശോധിക്കാം. നാവിക് ജനറൽ ഡ്യൂട്ടി എന്ന പോസ്റ്റിലേക്ക് മാത്സ്, ഫിസിക്സ് തുടങ്ങിയ വിഷയങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള +2 തലത്തിലുള്ള വിജയമാണ് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ചിലേക്ക് 10ാം ക്ലാസ് വിജയമാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. യാന്ത്രിക് വിഭാഗത്തിലേക്ക് 10ാം ക്ലാസ് വിജയവും ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, ടെലികമ്മ്യൂണിക്കേഷൻ എന്നിവയിലുള്ള 3 വർഷത്തെയോ 4 വർഷത്തെയോ ഡിപ്ലോമയുമാണ് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ തുടങ്ങിയവയ്ക്ക് കീഴിൽ വരുന്ന മറ്റ് എല്ലാ ബ്രാഞ്ചുകളിലുമുള്ള ഡിപ്ലോമയുള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. അവയുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. 18 വയസ്സ് മുതൽ 22 വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. അതായത് 2004 ഓഗസ്റ്റ് 1 2008 ഓഗസ്റ്റ് 1 ഇടയിൽ ജനിച്ചവരായിരിക്കണം. SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷവും OBC കാൻഡിഡേറ്റ്സിന് 3 വർഷവും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. CGE-PT 01/26 ബാച്ചിലേക്ക് നാവിക് ജനറൽ ഡ്യൂട്ടിയിൽ 260 വേക്കൻസിയും യാന്ത്രിക് മെക്കാനിക്കൽ 30, യാന്ത്രിക് ഇലക്ട്രിക്കൽ 11, യാന്ത്രിക് ഇലക്ട്രോണിക്സ് 19 എന്നിങ്ങനെയാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത്. CGE-PT 02/26 ബാച്ചിലേക്ക് നാവിക് ജനറൽ ഡ്യൂട്ടി 260 വേക്കൻസിയും നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ചിലേക്ക് 50 വേക്കൻസികളും വന്നിട്ടുണ്ട്. നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച്, നാവിക് ജനറൽ ഡ്യൂട്ടി എന്നിവയിൽ വരുന്ന ഒഴിവുകൾ 5 സോണുകളായി തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ സൗത്ത് സോണിലാണ് കേരളം ഉൾപ്പെടുന്നത്. 4 സ്റ്റേജുകളായിട്ടാണ് ഇതിലേക്കുള്ള സെലക്ഷൻ പ്രൊസീജിയർ വന്നിട്ടുള്ളത്. സ്റ്റേജ് 1 കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ എക്സാമിനേഷൻ ആയിരിക്കും. അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഉണ്ടായിരിക്കുന്നതാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ഓൺലൈൻ എക്സാമിനേഷൻ പാസ്സാവുന്നവർക്ക് മാത്രമാണ് സ്റ്റേജ് 2 ക്വാളിഫിക്കേഷൻ ലഭിക്കുന്നത്. സ്റ്റേജ് 2 ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് വരുന്നുണ്ട്. 7 മിനിറ്റിൽ 1.6 കിലോമീറ്റർ ഓട്ടം, 20 സ്ക്വാട്ടപ്സ്, 10 പുഷപ്സ് എന്നിവയാണ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷനും ഉണ്ടായിരിക്കുന്നതാണ്. ഫൈനൽ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ് സ്റ്റേജ് 3 ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ കൂടുതൽ മാർക്ക് വാങ്ങുന്നവർക്കും കൂടുതൽ ഏജും ഉള്ളവർക്കാണ് മുൻഗണന ലഭിക്കുന്നത്. സ്റ്റേജ് 4 ട്രെയിനിങ് ആണ് വരുന്നത്. INS ചിൽക്കയിലായിരിക്കും ട്രെയിനിങ് വരുന്നുണ്ടായിരിക്കുക. ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. ജൂൺ 11 മുതൽ ജൂൺ 25 വരെ ഓൺലൈനായിട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഇതിലേക്ക് ഒരു ഇമെയിൽ ID-യും മൊബൈൽ നമ്പറും വെച്ച് രജിസ്റ്റർ ചെയ്ത് ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ അപ്ലോഡ് ചെയ്ത് ആപ്ലിക്കേഷൻ ഫീയും അടച്ചതിന് ശേഷമാണ് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത്. 300 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത്. SC/ST കാറ്റഗറിയിൽ വരുന്നവർക്ക് ആപ്ലിക്കേഷൻ ഫീ യാതൊന്നും തന്നെ വരുന്നില്ല. സ്റ്റേജ് 1 ഓൺലൈൻ എക്സാമിനേഷൻ സെപ്റ്റംബർ മാസത്തിലായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് ടെൻറ്റേറ്റീവായിട്ട് അറിയിച്ചിട്ടുള്ളത്. എക്സാമിൻ്റെ ഇ-കോൾ ലെറ്റേഴ്സ് എല്ലാം തന്നെ രജിസ്റ്റേർഡ് ഇമെയിൽ ID-യിലേക്ക് അയക്കുന്നതാണ്. ഓരോ പോസ്റ്റിലേക്കും വരുന്ന സാലറി പരിശോധിക്കാം. നാവിക് ജനറൽ ഡ്യൂട്ടി, നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് എന്നീ പോസ്റ്റുകളിലേക്ക് 21,700 രൂപയാണ് ബേസിക് പേ ആയിട്ട് വരുന്നത്. യാന്ത്രിക് എന്ന പോസ്റ്റിലേക്ക് 29,200 രൂപയാണ് ബേസിക് പേ ആയിട്ട് വരുന്നത്. പ്രധാൻ അധികാരി, പ്രധാൻ സഹായക് എഞ്ചിനീയർ തുടങ്ങിയ പോസ്റ്റുകളിലേക്കുള്ള പ്രൊമോഷനും ഈ പോസ്റ്റുകളിൽ നിന്ന് ലഭിക്കുന്നതാണ്. ബേസിക് പേയ്ക്ക് പുറമെ മറ്റു നിരവധി അലവൻസുകളും ഇൻഷുറൻസ് കവറും കോസ്റ്റ് ഗാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസുകളും നോട്ടിഫിക്കേഷനിൽ വിശദമായി കൊടുത്തിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് മുഴുവനായും വായിച്ചു നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷനിൽ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളത്. 10ാം ക്ലാസ്, +2 തുടങ്ങിയ യോഗ്യതയുള്ളവർക്ക് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ ജോയിൻ ചെയ്യുന്നതിന് മികച്ചൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ. യോഗ്യരായിട്ടുള്ളവരെല്ലാം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് വിവരം എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിക്കുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.